എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ലോക, കാന്തര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് റാഷ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി, അപർണ ബാലമുരളിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ട്വിസ്റ്റുകൾ സിനിമയിലുണ്ട്. നല്ല അഭിപ്രായമാണ് മിറാഷ് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒക്ടോബർ മാസം 20 മുന്നേ മിറാഷ് സിനിമ സോണി ലീവിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസ്റ്റോണിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സിനിമയാണ് രാമചന്ദ്ര. 2023 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2 വർഷം കഴിഞ്ഞിട്ടും സിനിമയുടെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു കോമഡി ആക്ഷൻ മൂവിയാണ് രാമചന്ദ്ര. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 20 മുന്നേ രാമചന്ദ്ര OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് റാംബോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അരുൾനിധി നായകനായ തമിഴ് സിനിമയാണ് റാംബോ. ഇതൊരു ഡയറക്റ്റ് OTT മൂവിയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസം 10 സൺനെസ്റ്റിലാണ് റാംബോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് OG എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് OG. പവൻ കല്യാണാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഈ മാസം ലാസ്റ്റോടു കൂടി OG സിനിമ OTT റിലീസ് ചെയ്തേക്കും. മലയാളം ലാംഗ്വേജിലും സിനിമ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആസിഫ് അലി നായകന സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ആഭ്യന്തര കുറ്റവാളി നേടിയെടുത്തത്. ഇപ്പോഴിതാ സിനിമയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം 15 ആഭ്യന്തര കുറ്റവാളി OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് തങ്കമണി നേടിയെടുത്തത്. നല്ലൊരു കഥയാണ് തങ്കമണി പറഞ്ഞു പോയത്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. നിതാപിള്ളയും ദിലീപുമാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി തങ്കമണി ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകന സിനിമയാണ് ഡൊമിനിക്. സിനിമ റിലീസായിട്ട് 5-6 മാസമായി. ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇത്രയും കാലം വൈകി വരുന്നത് ഇതാദ്യമായിട്ടാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി ഡൊമിനിക് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ പരാജയപ്പെട്ട സിനിമകളാണ് OTTയിൽ വരാതിരിക്കുക. എന്നാൽ ഗെറ്റ് സെറ്റ് ബേബി നല്ല വിജയം നേടിയെടുത്ത സിനിമയാണ്. എന്നിട്ട് ഗെറ്റ് സെറ്റ് ബേബി OTTയിൽ വന്നിട്ടില്ല. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. ഇപ്പോഴിതാ മനോരമ മാക്സ് ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി ഗെറ്റ് സെറ്റ് ബേബി OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു വേല. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്താണ് വേല സിനിമ തിയേറ്റർ വിട്ടത്. ഷൈനികം ഒരു പോലീസായിട്ടാണ് വേല സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി വേല സിനിമ OTTയിലെത്തും. അടുത്തൊരു അപ്ഡേറ്റ് മാരിവിലും ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയാണ് മാരിവിലും ഗോപുരങ്ങൾ. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഈ സിനിമ സ്വന്തമാക്കിയത്. എന്നിട്ടും OTTയിൽ വന്നിട്ടില്ല. ഇപ്പോഴിതാ മാരിവിലും ഗോപുരങ്ങൾ ആമസോൺ പ്രൈമിൽ വരാൻ പോവുകയാണ്. ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി മാരിവിലും ഗോപുരങ്ങൾ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. OTT അവകാശം വിറ്റുപോകാതെയല്ല സിനിമ ഇറക്കാത്തത്. നേരത്തെ തന്നെ C5 OTT വാങ്ങിച്ചതാണ്. പക്ഷേ അവർ സിനിമ റിലീസാക്കുന്നില്ല. കാരണങ്ങൾ വ്യക്തമല്ല. മമ്മൂട്ടി മികച്ച ആക്ഷൻ രംഗങ്ങളാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ ഒക്ടോബർ മാസം 15 മുന്നേ ബസൂക്ക സിനിമ C5ൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കാന്താര സിനിമ ഇറങ്ങിയത്. എല്ലായിടത്തുനിന്നും പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് കാന്താര സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമ 1000 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അത്രയും മികച്ച വിഷ്വൽ ട്രീറ്റാണ് കാന്താര സിനിമ ജനങ്ങൾക്ക് തരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. റെക്കോർഡ് തുകയ്ക്കാണ് കാന്താര സിനിമയുടെ OTT വിറ്റുപോയതെന്നാണ് റിപ്പോർട്ട്. നവംബർ മാസത്തിലായിരിക്കും കാന്താര സിനിമയുടെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ലോക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കല്യാണി നസ്ലിനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ കൂടുതൽ കയ്യടി നേടിയത്
കല്യാണിക്കാണ്. മികച്ച അഭിനയമാണ് കല്യാണി ലോക സിനിമയിൽ കാഴ്ചവെച്ചത്. 30 കോടി ബഡ്ജറ്റ് ഇറക്കി 300 കോടിക്കടുത്ത് കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ലോക സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഈ മാസം ലോക സിനിമ റിലീസാക്കില്ലെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. നെറ്റ്ഫ്ലിക്സ് വലിയ തുകയാണ് ലോക സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദുൽഖർ സൽമാൻ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം മാത്രമേ ലോക സിനിമ OTTയിൽ വരുമെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. ഒരുപക്ഷെ ഒക്ടോബർ മാസം ഫസ്റ്റ് വീക്കോട് കൂടി നെറ്റ്ഫ്ലിക്സിൽ ലോക സിനിമ റിലീസാക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.